ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ട ട്രെയിനികളെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഷീറ്റ് മെറ്റൽ വർക്കിങ്ങിൽ വിവിധതരം സ്റ്റേക്കുകളും അവയുടെ ഉപയോഗവുമാണ് പഠിച്ചത്. ഇന്ന് നമുക്ക് ഷീറ്റ് മെറ്റൽ വർക്കിങ്ങിൻ്റെ തുടർന്നുള്ള ഭാഗത്തെക്കുറിച്ചാണ് പഠിക്കേണ്ടത്. അതിൽ ആദ്യമായിട്ട് ഷീറ്റ് മെറ്റൽ സീംസ്. ഷീറ്റ് മെറ്റൽ നിർമ്മിതികളിൽ ലൈറ്റ്, മീഡിയം ഗേജിലുള്ള മെറ്റൽ ഷീറ്റുകൾ ജോയിൻ്റ് ചെയ്യുമ്പോൾ മെക്കാനിക്കൽ സീം ഉപയോഗിക്കുന്നു. ഷീറ്റ് മെറ്റൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഷീറ്റ് മെറ്റൽ വർക്കിന് ഒരു പ്രത്യേക ജോബിനു വേണ്ടി ഏറ്റവും യോജിച്ച തരത്തിലുള്ള സീം സെലക്ട് ചെയ്യാനുള്ള കഴിവ് ഉണ്ടായിരിക്കേണ്ടതാണ്. ടൈപ്സ് ഓഫ് സീംസ്. ഗ്രൂവ്ഡ് സീം. ഷീറ്റ് മെറ്റൽ ജോയിൻ്റ് ചെയ്യാൻ വേണ്ടി ഏറ്റവും പൊതുവായി ഉപയോഗിക്കുന്നത് ഗ്രൂവ്ഡ് സീമാണ്. ഈ സീമിൽ ചിത്രം 1 കാണിച്ചിരിക്കുന്നത് പോലെ ലോക്കുകൾ എന്ന് വിളിക്കുന്ന 2 മടക്കിയ എഡ്ജുകൾ ഉൾക്കൊള്ളുന്നു. ഈ എഡ്ജുകൾ ഒരുമിച്ച് കൊളുത്തി ഒരു ഹാൻഡ് ഗ്രൂവർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു ഗ്രൂവിംഗ് മെഷീൻ ഉപയോഗിച്ചോ ലോക്ക് ചെയ്യുന്നു. അടുത്ത പിറ്റ്സ്ബർഗ് സീം. ഈ സീമിനെ ഹാമർ ലോക്ക് എന്നും ഹോബോ ലോക്ക് എന്നും വിളിക്കുന്നു. ഈ സീം ഒരു നീളത്തിലുള്ള കോർണർ സീമിന് പലതരത്തിലുള്ള പൈപ്പുകൾ, അതായത് ഡക്റ്റ് വർക്കിനായിട്ട് ഉപയോഗിക്കുന്നു. സിംഗിൾ ലോക്ക് ഒരു പോക്കറ്റ് ലോക്കിൽ വയ്ക്കും. എന്നിട്ട് ഫ്ലാഞ്ചിനെ അതിന്മേൽ ഘട്ടം ഘട്ടമായി ചിത്രം 2 കാണുന്നത് പോലെ ഹാമർ ചെയ്യുന്നു. പിറ്റ്സ്ബർഗ് സീമിൻ്റെ നേട്ടം, അതായത് സിംഗിൾ ലോക്കിനെ ഒരു കർവായിട്ട് തിരിക്കാൻ കഴിയുകയും പോക്കറ്റ് ലോക്കിനെ ഒരു ഫ്ലാറ്റ് ഷീറ്റിനുമേൽ കർവിനെ റോൾ ചെയ്ത് ചിത്രം 3 കാണുന്നത് പോലെ രൂപപ്പെടുത്തി ഫിറ്റ് ചെയ്യാൻ കഴിയുന്നു. ഷോപ്പിൽ റോൾ ഫോമിംഗ് മെഷീൻ ലഭ്യമല്ലെങ്കിൽ പിറ്റ്സ്ബർഗ് സീം ബീക്കിന് മേൽ വെച്ച് രൂപപ്പെടുത്തുന്നു. ഡൗട്ടൈൽ സീം. ഈ സീമിനെ ഈസിയിലും യോജിച്ച രീതിയിലും ഫ്ലാഞ്ചുകളെ കോളറുകളിൽ ജോയിൻ്റ് ചെയ്യാം. 3 തരം ഡൗട്ടൈൽ സീമുകൾ ഉണ്ട്. പ്ലെയിൻ ഡൗട്ടൈൽ, ബീഡഡ് ഡൗട്ടൈൽ, ഫ്ലാഞ്ച് ഡൗട്ടൈൽ എന്നിവ ചിത്രം 4 കാണിച്ചിരിക്കുന്നു. ഡൗട്ടൈൽ സീമുകൾ പ്രധാനമായിട്ടും റൗണ്ട് അല്ലെങ്കിൽ എലിപ്റ്റിക്കൽ പൈപ്പിലും കൂടാതെ അപൂർവമായി റെക്റ്റാങ്കുലർ ഡക്റ്റുകളിലും ഉപയോഗിക്കുന്നു. പ്ലെയിൻ ഡൗട്ടൈൽ സീം സോൾഡർ, സ്ക്രൂസ്, റിവറ്റ് എന്നിവ ഉപയോഗിക്കാതെ തന്നെ ഒരു കോളർ ഒരു ഫ്ലാഞ്ചുമായി ജോയിൻ്റ് ചെയ്യുമ്പോൾ ഇത് ഉപയോഗിക്കുന്നു. ഇതുണ്ടാക്കുന്നത് കോളറിൻ്റെ അഗ്രത്തിൽ വിള്ളൽ പോലെ കട്ട് ചെയ്ത് ഒന്നിടവിട്ട പാളികൾ ചിത്രം 5 കാണുന്നത് പോലെ ബെൻഡ് ചെയ്യുന്നു. നേരെയുള്ള പാളികൾ ജോയിൻ്റ് ചെയ്യേണ്ട ഭാഗത്തിന് മുകളിൽ ബെൻഡ് ചെയ്യുകയും ഈ ബെൻഡ് ചെയ്ത പാളികൾ സ്റ്റോപ്പുകൾ ആയിട്ട് നിൽക്കുന്നു. ഈ സീം വാട്ടർ ടൈറ്റായിട്ട് ഉണ്ടാക്കുന്നതിന് ജോയിൻറ്റിന് ചുറ്റും സോൾഡറിങ് ചെയ്യുന്നു. അടുത്തത് ഫ്ലാഞ്ച് ഡൗട്ടൈൽ സീം. ഈ സീം ഉപയോഗിക്കുന്നത് നല്ല അപ്പിയറൻസും സ്ട്രെങ്തും പ്രധാനപ്പെട്ടതിനാലാണ്. ചിത്രം 6 കാണിച്ചിരിക്കുന്ന ഈ സീം ഒരു സിലിണ്ടറിക്കൽ പൈപ്പിന് വേണ്ടി ഒരു ഫ്ലാഞ്ച് ടൈപ്പ് ഡൗട്ടൈൽ സീമിൻ്റെ അസംബ്ലിയാണ്. ഇത് സാധാരണ ഉപയോഗിക്കുന്നത് ഒരു മെറ്റൽ പ്ലേറ്റ് കൊണ്ട് പൈപ്പുകൾ കുറുകെ ചേർക്കാൻ, അതായത് ഫർണസിൻ്റെ പുകക്കുഴലുകൾ, സീലിങ്ങുകൾ മുതലായവ. ഒരു ഫ്ലാഞ്ച് ഡൗട്ടൈൽ സീം രൂപപ്പെടുത്തുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങളാണ് ചിത്രം 6 കാണിക്കുന്നത്. ആദ്യം ഒരു ഫ്ലാഞ്ച് കോളറിൽ തിരിച്ച് രൂപപ്പെടുത്തുന്നു. അടുത്തത് ചെറിയ കട്ടിംഗ്, അതായത് സ്ലിറ്റുകൾ ഒരേ അകലത്തിൽ സ്ലീവിൻ്റെ അഗ്രത്തിൽ കട്ട് ചെയ്ത് മാച്ച് ചെയ്യുന്ന റിവറ്റ് ഹോളുകൾ സ്ലീവിലും കോളറിലും ഡ്രില്ല് ചെയ്യുന്നു. റിവറ്റ് ഹോളുകൾ ചേർച്ചയാകത്തക്ക വിധം ക്രമീകരിച്ച് റിവറ്റുകൾ സ്ഥാപിച്ച് അവസാനം പാളികളുടെ മേൽ ഹാമർ ചെയ്ത് സീം കംപ്ലീറ്റ് ചെയ്യുന്നു. ബീഡഡ് ഡൗട്ടൈൽ സീം. ഒരു സിലിണ്ടറിൻ്റെ അഗ്രത്തിൽ ഒരു ബീഡ് ബെൻഡിങ് മെഷീൻ വഴി രൂപപ്പെടുത്തുന്നതൊഴിച്ചാൽ ഇത് പ്ലെയിൻ ഡൗട്ടൈൽ സീമിന് സമാനമാണ്. ഈ ബീഡ് ഫ്ലാഞ്ചിനുമേൽ നിൽക്കുന്നതിന് വേണ്ടി ഒരു സ്റ്റോപ്പായി പ്രവർത്തിച്ച് ഫ്ലാഞ്ചിനെ ആവശ്യമുള്ള സ്ഥലത്ത് ഹോൾഡ് ചെയ്യാൻ
പാളികൾ അതിനുമേൽ ബെൻഡ് ചെയ്യുന്നു. അടുത്തത് ഡബിൾ സീം. രണ്ട് തരം ഡബിൾ സീമുകളുണ്ട്. ഒരു ടൈപ്പിലുള്ളത് ക്രമരഹിതമായ ഫിറ്റിങ്ങുകൾ, അതായത് സ്ക്വയർ എൽബോകൾ, ബോക്സുകൾ, ഓഫ്സെറ്റുകൾ മുതലായവ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. ഈ സീം കോർണറുകളിൽ ഉപയോഗിക്കുന്നു. കൂടാതെ ഒരു നീളത്തിലുള്ള സീം ചെറിയ സ്ക്വയറും റെക്റ്റാങ്കുലറും ആയ ഡക്റ്റുകൾക്കും ഉപയോഗിക്കാൻ കഴിയുന്നു. ഒരു ഡബിൾ എഡ്ജ് രൂപപ്പെടുത്തി സിംഗിൾ എഡ്ജിന് മുകളിലായി വയ്ക്കുകയും ചിത്രം 7 കാണുന്നത് പോലെ ഘട്ടം ഘട്ടമായി സീം കംപ്ലീറ്റ് ചെയ്യുന്നു. മറ്റേ ടൈപ്പ് സിലിണ്ടർ രൂപത്തിലുള്ള വർക്കുകൾ, അതായത് തൊട്ടികൾ, ടാങ്കുകൾ മുതലായവയുടെ അടിത്തട്ടുകൾ ഉറപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്നു. ചിത്രം 8 കാണുന്നത് ഈ ടൈപ്പിലുള്ള ഡബിൾ സീം ഉണ്ടാക്കുന്ന വിവിധ ഘട്ടങ്ങളാണ്. അതിൽ ചിത്രം 8A കാണുന്നത് മെഷീനിൽ വെച്ച് തിരിച്ച് ചെറിയ ഫ്ലാഞ്ച് പോലെ ബെൻഡ് ചെയ്തിരിക്കുന്നതാണ്. ചിത്രം Bയിൽ ഒരു ചെറിയ സ്റ്റെപ്പ് മുകളിലേക്ക് ബെൻഡ് ചെയ്ത്, അതായത് ബർ ചെയ്തിരിക്കുന്നത് ബറിങ് മെഷീനിൽ വെച്ചാണ്. ചിത്രം Cയിലെ പോലെ ബോട്ടം ബോഡിയിൽ സ്നാപ്പ് ചെയ്തിരിക്കുന്നു. ചിത്രം Dയിൽ കാണുന്നത് പോലെ പീൻ ഡൗൺ ചെയ്തിരിക്കുന്നു. അവസാനം ചിത്രം Eയിൽ കാണുന്നത് പോലെ ഒരു മാലറ്റ് ഉപയോഗിച്ച് സീം കംപ്ലീറ്റ് ചെയ്യുന്നു. ഈ സീമിനെ ബോട്ടം ഡബിൾ സീം അല്ലെങ്കിൽ നോക്ക്ഡ് അപ്പ് സീം എന്നും വിളിക്കുന്നു. ഈ സീം ചിത്രം Eയിലെ പോലെ മുകളിലേക്ക് തിരിച്ചു മടക്കുന്നില്ല എങ്കിൽ ആ സീമിനെ പാൻ ഡൗൺ സീം എന്ന് വിളിക്കുന്നു. അടുത്ത ബട്ട് സീം. ഈ സീമിന് ചിത്രം 9 കാണിച്ചിരിക്കുന്നത് പോലെ 2 പീസുകൾ ഉള്ളത് ഒന്നിച്ച് ചേർത്ത് ബട്ട് ചെയ്ത് സോൾഡർ ചെയ്യുന്നു. ചിത്രത്തിൽ 2 തരം ബട്ട് സീമുകൾ കാണാം. ഒന്ന് ഫ്ലാഞ്ച് ബട്ട് സീമും മറ്റേത് ബട്ട് സീമുമാണ്. ലാപ്പ് സീം. ലാപ്പ് സീം ഉണ്ടാക്കുന്നതിന് ചിത്രം 10 കാണുന്നത് പോലെ ഒരു പീസിൻ്റെ എഡ്ജ് മറ്റേ പീസിന് മേൽ ലാപ്പ് ചെയ്ത് സോൾഡർ ചെയ്യുന്നു. ചിത്രത്തിൽ കാണുന്നത് പ്ലെയിൻ ലാപ്പ്, സങ്ക് ലാപ്പ്, ഇൻസൈഡ് ലാപ്പ്, ഔട്ട്സൈഡ് ലാപ്പ് എന്നീ സീമുകളാണ്. സ്ലിപ്പ് ജോയിൻറ്റ് സീം. ചിത്രം 10 കാണുന്നത് പോലെ ഈ സീം ഒരു നീളത്തിലുള്ള കോർണർ സീം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. സീമിൻ്റെ അസംബ്ലി ഒരു സിംഗിൾ ലോക്ക് എയും ഒരു ഡബിൾ ലോക്ക് ബിയും ഉൾപ്പെടുന്നതാണ്. ഈ സിംഗിൾ ലോക്ക് ഡബിൾ ലോക്കിലേക്ക് സ്ലിപ്പ് ചെയ്ത് സിയിൽ കാണുന്നത് പോലെ സീം കംപ്ലീറ്റ് ചെയ്യുന്നു. ഒരു സ്ലിപ്പ് ജോയിൻ്റ് സീമിൽ കൂടി പൈപ്പുകൾ ഉണ്ടാക്കാൻ, അതായത് മെറ്റലിൻ്റെ കോർണറുകൾ സ്ക്വയർ ചെയ്യുന്നതിനും എഡ്ജുകൾ ട്രിം ചെയ്യുന്നതിനും ശരിയായ ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. ശരിയായ സ്ലിപ്പ് ജോയിൻ്റ് ചിത്രം 12Aയിലും അനുയോജ്യമല്ലാത്ത സ്ലിപ്പ് ജോയിൻ്റ് Bയിലും കാണാം. എഡ്ജുകൾ ട്രിം ചെയ്തില്ലെങ്കിൽ പൈപ്പിൻ്റെ ഷേപ്പ് വ്യതിചലിക്കും. കൂടാതെ പൈപ്പിൻ്റെ എഡ്ജുകൾ ഒരുപോലെ അല്ലാതാകുകയും ചെയ്യാം. അടുത്ത ലോക്ക്ഡ് ഗ്രൂവ്ഡ് ജോയിൻ്റ്. ഒരു ഷീറ്റ് മെറ്റലിൻ്റെ പീസുകൾ ബലപ്പെടുത്തുന്നതിനും ജോയിൻ്റ് ചെയ്യാനും പല രീതികൾ ഉപയോഗിക്കുന്നു. പൊതുവായ ഒരു ജോയിൻറ്റിനെ ലോക്ക്ഡ് ഗ്രൂവ്ഡ് ജോയിൻ്റ് എന്ന് വിളിക്കുന്നു. ഇത് സാധാരണ നേർരേഖയിൽ ചെയ്യുന്നു. ജോയിൻ്റ് ചെയ്യേണ്ട വർക്ക് പീസുകൾ ഒരു ഹുക്കിൻ്റെ രൂപത്തിൽ ചെയ്ത് അവ പരസ്പരം കടത്തി ഒരു ഗ്രൂവർ ഉപയോഗിച്ച് ലോക്ക് ചെയ്യുന്നു. ഇവ ഇൻ്റർലോക്ക് ചെയ്തും ടൈറ്റ് മാത്രവും ചെയ്യുമ്പോൾ ഇതിനെ ഗ്രൂവ്ഡ് ജോയിൻ്റ് എന്ന് വിളിക്കുന്നു. ചിത്രം ഒന്ന് നോക്കുക. ഈ ഗ്രൂവ്ഡ് ജോയിൻറ്റിനെ താഴോട്ട് മുറുക്കുമ്പോൾ ഒരു ഗ്രൂവർ ഉപയോഗിച്ച് ഒരു വശം പരന്നതായി ചെയ്യുന്നതിനെ ലോക്ക്ഡ് ഗ്രൂവ്ഡ് ജോയിൻ്റ് എന്നും വിളിക്കുന്നു. അടുത്തത് എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ ലോക്ക്ഡ് ഗ്രൂവ്ഡ് ജോയിൻറ്റ്സ്. ഈ ജോയിൻ്റ് ഷീറ്റ് മെറ്റൽ പീസുകളുടെ അഗ്രങ്ങൾ ഒരു സർക്കുലർ ഷേപ്പിൽ രൂപപ്പെടുത്തി നീളത്തിൽ ജോയിൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. ഈ സീം ചിത്രം 3 കാണുന്നത് പോലെ വെളിയിൽ രൂപപ്പെടുത്തുമ്പോൾ അതിനെ എക്സ്റ്റേണൽ ഗ്രൂവ്ഡ് ജോയിൻ്റ് എന്ന് വിളിക്കുന്നു. ഈ സീം ഒരു ഗ്രൂവ്ഡ് മാൻഡ്രൽ ഉപയോഗിച്ച് രൂപപ്പെടുത്തുന്നുവെങ്കിൽ അതിനെ ഇൻറ്റേർണൽ ഗ്രൂവ്ഡ് ജോയിൻ്റ് എന്ന് വിളിക്കുന്നു. ചിത്രം 3 നോക്കുക. ഹാൻഡ് ഗ്രൂവർ.
ഹാൻഡ് ഗ്രൂവർ കാസ്റ്റ് സ്റ്റീൽ കൊണ്ടുണ്ടാക്കി. ഇത് എക്സ്റ്റേണൽ ലോക്ക്ഡ് ഗ്രൂവ്ഡ് ജോയിൻ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഈ ടൂളിൻ്റെ ബോട്ടത്തിൽ ഒരു ഗ്രൂവ് ആവശ്യമുള്ള വീതിയിലും ആഴത്തിലും ഉണ്ടാക്കിയിരിക്കുന്നു. ഇതിന് ഒരു ഹാൻഡിൽ സ്ക്വയറിലോ ഹെക്സഗണൽ ഷേപ്പിലോ ഒരു ചിസൽ പിടിക്കുന്നത് പോലെയുണ്ട്. ചിത്രം 4 നോക്കുക. ഹാൻഡ് ഗ്രൂവർ സ്പെസിഫൈ ചെയ്യുന്നത് അതിൻ്റെ ഗ്രൂവിൻ്റെ സൈസിനനുസരിച്ചാണ്. In this video, we will be making a single seam. If we take a look at our schematic, we will need 2 pieces of sheet metal measuring 2 inches by 2.5 inches. Each piece of sheet metal has 1 operation. Each of these operational lines are 0.375 inches away from the edge of our part. Using my sheet metal marking gauge, I can measure 0.375 inches. If we take a look at our diagram, the first piece of sheet metal, we have a single hem that is not closed all the way. Our second piece of sheet metal, we have a 90-degree angle. On the box and pan brake, I'm going to start by creating my single hem. I'm then going to create my 90-degree angle, and make sure you do not lift this up all the way. The metal will spring back a little bit, so we want to go just beyond 90, and it should spring back to about 90 degrees. We can then slip those 2 pieces together and gently pinch that in the box and pan brake. In this video, we will be creating a double seam. If we take a look at our schematic, we can see that we will need 2 pieces of sheet metal. Each piece will measure 2 by 2.5 inches. Our first piece will have 2 separate operations, each one taking place 3/8 of an inch from the right side of the object. Our second piece has 1 operation also taking place 3/8 of an inch from the right edge of our object. If we add together 3/8 plus 3/8, that equals 3/4. Using our sheet metal marking gauge, we are going to use both the 3/8 and 3/4 inch increment. Taking a look at our diagram, our first piece has a single hem with a 90-degree angle on that second line of operation. Our second piece has just a single hem that's not closed all the way. Starting with our first piece, we will make that single hem that is not closed all the way.
Next, we are going to make that 90-degree angle just beyond our single hem. After that, we have another single hem. And then we can slip those two pieces together. Pinching it together a little bit will then lock those two pieces in place. When you put it into the machine. So I have my burring machine where I'm going to get it where you, and it's going to be different on everybody depending on where your threads are, but it's just going to hold it just enough, and then I'm going to put my hand right where I had it before, and then I'm going to use this part of my hand to hold the entire rest of the circle, and then I'm going to start cranking it, and I'm going to let it go all the way around first. I can do it because it wasn't a perfect cut. And then you can start actually moving your hand up, and everybody's burring machine is going to be different, and you actually don't need to continue tightening the screw on top. And if you can see, I'm actually moving my thumb, my hand all the way up, and it's pulling this straight up until you have a burr. And that only took a few rotations, and you have a burr. And it's not perfect because I didn't hand do this, but what I'll do then is I'll flatten it like this and do the best that you can to have it lay flat. And then from there, you can use a hand stake to take these little kinks out, which are going to be a problem for you when you start to set your seam down. They'll kink even more. Or if you want from here, now that you already have a burr, you just lightly, you don't have to go as tight, you can run it through the machine again if you want. That I don't find that does that great of a job, and in fact I prefer to put it back on a stake and kind of hammer these out. But there you go. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ മനസ്സിലാകുന്നതിന് വേണ്ടി ടെക്സ്റ്റ് പുസ്തകത്തിൻ്റെ സഹായത്തോടു കൂടി പഠിക്കുക. താങ്ക് യു.